ഇന്ന് നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ വീണ്ടും തിരക്കേറുകയാണ്. രാവിലെ 7 മണി വരെ 25,000-ലധികം തീർത്ഥാടകരാണ് മല കയറിയത്. ഇന്നലെ 99,967 പേർ ദർശനം നടത്തി. കഴിഞ്ഞ ദിവസത്തെ അധിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചതോടെ 18-ാം പടി കയറാനുള്ള തിരക്കിൽ കുറവുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി അത്ര വലിയ തിരക്കൊന്നും സന്നിധാനത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും തിരക്ക് കൂടുകയാണല്ലേ? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഇന്നും ഞായറാഴ്ചയാണ്. രാവിലെ തൊട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണിയോടുകൂടി 25,000-ലധികം ഭക്തർ ദർശനം നടത്തി എന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിലുള്ള ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദുമായി ചേർന്നിട്ടുള്ള ഈ ഒരു അത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നെയ്യഭിഷേകം നേരിട്ട് നടത്തുന്നതിന് ഭക്തർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇന്ന് ആ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതോടുകൂടി ഇപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതുകൊണ്ട് തന്നെ തിരക്കിൽ, അതായത് ഭക്തർ പെട്ടെന്ന് തന്നെ തൊഴുത് ഈ ഒരു അവരുടെ ഇത്തരത്തിലുള്ള നെയ്യഭിഷേകം അടക്കം നടത്തിക്കൊണ്ട് പെട്ടെന്ന്, അതായത് ശബരിമലയിൽ അധിക സമയം തുടരാതെ ദർശനം നടത്തി കഴിഞ്ഞ ഭക്തർ പെട്ടെന്ന് തന്നെ മലയിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സന്നിധാനത്തിൻ്റെ പരിസരത്തും അത്തരത്തിലുള്ള തിരക്ക് കുറവുണ്ട്. പക്ഷേ ഭക്തരുടെ ഒഴുക്കിൽ വലിയ കുറവില്ല. കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തരെ ദർശനത്തിനായി അകത്തേക്ക് കയറ്റുന്നത്. 18-ാം പടി കയറിയതിനു ശേഷവും ഗ്രൂപ്പുകളായി തിരിച്ചു നിർത്തി ക്യൂ കോംപ്ലക്സിൽ അടക്കം നിർത്തിയതിനു ശേഷമാണ് ദർശനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. പതിവിലധികം, അതായത് കേരളത്തിൽ നിന്നല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു തിരക്കിനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസുകാരടക്കം അതിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മല ചവിട്ടുന്നതിൽ ചില ഭാഗങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഏറെക്കുറെ സുഗമമായിട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങൾക്കിടയിലും ഭക്തർക്ക് തിരക്കല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമ്മളോടക്കം പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അത്തരത്തിൽ തന്നെയാണ്. എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഭക്തർക്ക് ആ ഒരു തിരക്കിൻ്റെ ബുദ്ധിമുട്ടല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും രാവിലെയും കാലാവസ്ഥ ഭക്തർക്ക് അനുകൂലമാണ്. വലിയൊരു തണുപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഒരു അധിക പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. 1 മിനിറ്റിൽ 18-ാം പടി കയറുന്നത് കഴിഞ്ഞ ദിവസം 80-ലധികമായിരുന്നു. ഇന്ന് രാവിലെ അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. 65-ഓളം ഭക്തരെയാണ് ഇപ്പോൾ 18-ാം പടി കയറാൻ കയറ്റി വിടുന്നത്. അത് ഗണ്യമായി ഇനി അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ഭക്തരെ കയറ്റി വിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ ഒരു തിരക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും 1,00,000-അടുത്തോളം 99,000-ലധികം ഭക്തർ മല ചവിട്ടിയിട്ടുണ്ട്. അതും കടുത്ത നിയന്ത്രണങ്ങളിടെയാണ്. ഈ ഒരു നെയ്യഭിഷേകം അടക്കം നടത്താൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇത്രയും വലിയ തിരക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച അഗസ്ത്യാർകൂടം ഗോത്ര സംഘം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്ര പ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവയിലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഇരുകാലുകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എല്ലാ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. ന്യൂസ് 18 സന്നിധാനം.